2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അത് പുസ്തകമുള്ള എല്ലാവരും എടുക്കണം. ആ വാക്യം അങ്ങ് കാണാതെ പഠിക്കണം, നിനക്ക് ഒത്തിരി ഗുണം ചെയ്യും ആ വാക്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വചനമാണ് കേട്ടോ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലരൊക്കെ ചോദിക്കും, ഈ പ്രതികൂല സാഹചര്യത്തിനകത്ത് നീ എങ്ങനെയാടാ വിശ്വാസം പറയുന്നേ? പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവൻ സംസാരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നിവിടെ ഇരുന്നുകൊണ്ട് നിന്റെ വീടിൻ്റെ സാഹചര്യത്തിനെതിരെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ നീ ചില വിശ്വാസം പറയാൻ പോവാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ അകത്ത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് എത്രയാ വലിയ പാറക്കല്ലിന് അത്രയല്ല, എന്തുവാ ഈ കടുകുമണി എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രസംഗം സത്യത്തിൽ കർത്താവ് മലയാളിക്ക് വേണ്ടി തന്ന ദൂത. കാര്യം, ഒരു സായിപ്പിൻ്റെ അലമാരിക്കകത്ത് എന്തോ കാണാൻ സാധ്യതയില്ല, ആഫ്രിക്കക്കാരൻ്റെ കിച്ചൻ്റെ അകത്ത് എന്ത് കാണാൻ സാധ്യതയില്ല. പക്ഷെ മലയാളിയുടെ വീട്ടിലെ എല്ലാ കിച്ചണിനകത്തും എന്തോ ഉണ്ട്. ശ്രദ്ധിക്കണം, എന്തോ ഉണ്ട്? കടുകുണ്ട്. കടുകിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ഒരു കടുകെടുത്ത് കൈ വെച്ച് നോക്കണം, നിന്നെ നോക്കണം, കടുകിനെ നോക്കണം. എത്രയുണ്ട് കടുക്? പറ. തിരി എല്ലാം ഉള്ളോ? ഹല്ലേലൂയ. കർത്താവ് പറയാ, നിന്റെ അകത്ത് അത്രയും വിശ്വാസമെങ്കിലും എന്നെക്കുറിച്ചുണ്ടെങ്കിൽ ഈ കടുകിൻ്റെ പ്രത്യേകത, ആൾ ഒതുങ്ങിക്കൂടി ഒരു അലമാരിക്കകത്ത് കൊച്ചുപാത്രത്തിൽ കിടന്നാലും തീയും എണ്ണയും കൂടെ സമ്മേളിക്കുമ്പം പുള്ളിയെ ഇറക്കി വിടും. പുള്ളി ആരാന്ന് കാണിച്ചു തരും. തീയും എണ്ണയും കൂടെ സമ്മേളനം നടത്തുമ്പോഴേ ഒരു പാത്രത്തിലോട്ട് പുള്ളി ഒന്ന് ഇറക്കി വിട്ട് നോക്കാം, പുള്ളി തെറിച്ച് നിൽക്കും. ഞാൻ കടുക. പക്ഷേ മിണ്ടുന്നില്ല നിങ്ങൾ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെ ഉപമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അത് കടുകുമണിക്ക് സദൃശ്യം. അതെടുത്തൊരു മനുഷ്യൻ നിലത്തിട്ടു. അത് ഏറ്റവും ചെറിയതായിരുന്നു, പക്ഷേ അത് വളർന്നു, വടവൃക്ഷം പോലെ വളർന്നു. അടുത്തത് കേട്ടോണേ, ദൈവത്തിന് സ്തോത്രം. അടുത്തത് പറയുകയാണ്, പക്ഷികൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ രാപാർക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവരാജ്യം ഒരു കടുകുമണി വളരുന്ന പോലെ വളരുക. മനസ്സിലായവർ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില വീടിൻ്റെ മുറ്റത്തൊരു പേര നിന്നാൽ 4 കമ്പും 4 പേരക്കായേ കാണത്തുള്ളൂ. 4 കാക്ക വന്നാൽ പേരയുടെ മണ്ടയ്ക്ക് ഇരുന്നാൽ പേര ചാഞ്ഞു പോകുന്നത് കാണാം. ചില ആൽമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഒരു 4000 പക്ഷി വന്നിരുന്നാലും ഒന്നും അറിയത്തില്ല, പിന്നെ സ്പേസ് ഉണ്ട് ഇരിക്കാൻ. നിങ്ങൾ കണ്ടിട്ടില്ലയോ? ചില സഭയുടെയൊക്കെ വളർച്ച ഭയങ്കരമാണ്. ചിലതിനകത്ത് 4 പക്ഷികൾ വന്നിരിക്കുമ്പം പറയും, അയ്യോ ഞങ്ങൾക്ക് ഒത്തിരി പേരൊന്നും വേണ്ട, ഉള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, അവർ വിശുദ്ധരായിരിക്കണം, ഞങ്ങൾക്ക് ഇതിന് ആൾ കൂടുന്നതിനകത്തും ഉണർവുണ്ടാകുന്നതിനും വലിയ താല്പര്യമില്ല. പിന്നെന്തുവാ? കാരണം ഈ 4 എണ്ണം കയറിയപ്പോഴേ ഇവൻ്റെ ചാഞ്ഞ്. പക്ഷെ 4000 പേരെ പിടിക്കാൻ പവറുള്ളത് ആൽമരം വളർന്ന് നിൽക്കുക. അവൻ പറയാം, ഇനിയുണ്ടേ പോരട്ടെ.